മൈ ഡിയർ ഫ്രണ്ട്സ്, ബേബി ഫീനിക്സിന്റെ ഒരു വ്യത്യസ്തമായ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഹർഷ മുഹമ്മദ്. അപ്പോൾ എല്ലാവരും അവരുടെ ക്വാറന്റൈൻ ഡേയ്സ് ഒക്കെ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നത്, നിങ്ങളുടെ സ്പെയർ ടൈം ഒക്കെ നിങ്ങൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ സ്കിൻ, നിങ്ങളുടെ ബോഡി ഇതിനൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് പുറത്തെങ്ങും പോവാതെ വീട്ടിൽ വെച്ച് തന്നെ വീട്ടിൽ കിട്ടുന്ന പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ട് തന്നെ ഒരു ഫേഷ്യൽ എങ്ങനെ ചെയ്യാം, നമ്മുടെ സ്കിൻ ഈവൻ ടോൺ ആക്കിയിട്ട് അതേപോലെ ഫെയർ ആക്കി പിഗ്മെന്റേഷൻ പോയി ഫ്രഷ് ലുക്കിംഗ് ആക്കി നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഹെർബൽ ആയിട്ടുള്ള വീട്ടിൽ കിട്ടുന്ന പ്രൊഡക്ട്സ് മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫേഷ്യൽ എങ്ങനെ ചെയ്യാമെന്നാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോ ഇന്നത്തെ നമ്മൾ മോഡലിംഗ് ചെയ്ത എന്റെ സിസ്റ്റർ, എന്റെ കസിൻ അസ്നയാണ് ഇന്ന് നമുക്ക് ഫേഷ്യൽ ചെയ്യാൻ എന്റെ വേട്ടമൃഗമായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്തൊരു പ്രൊഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ, ഒരു മേക്കപ്പ് പ്രൊഡക്ട്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഫേഷ്യൽ ഐറ്റംസ് ആണെങ്കിലും കോസ്മെറ്റിക്സ് എന്ത് തരത്തിലുള്ളത് യൂസ് ചെയ്യുകയാണെങ്കിലും നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് മനസ്സിലാക്കണം. എന്നിട്ടാണ് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുമ്പോഴാണ് അത് എഫക്റ്റീവ് ആവുള്ളൂ. ഇപ്പോൾ അത് ഓയിലി ടൈപ്പ് ആണോ, അതോ നോർമൽ സ്കിൻ ടൈപ്പ് ആണോ, അതോ ഡ്രൈ ടൈപ്പ് ആണോ, അതോ ഇതെല്ലാം കൂടി മിക്സഡ് ആയിട്ടുള്ള ഇതുണ്ടാവും. ഇവിടെ ഒരു ഓയിലി, മൂക്കിന്റെ താഴെ ഒരു ഓയിലി, അതേപോലെ ചിന്ന് ഓയിലി, ചീക്സ് മാത്രം ഓയിലി, ബാക്കി എല്ലാ ഭാഗവും ഡ്രൈ, അങ്ങനെയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പൊ ഏതാണ് നമ്മുടെ സ്കിൻ ടൈപ്പ് എന്ന് നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ടാണ് പ്രൊഡക്ട്സ് യൂസ് ചെയ്യാൻ പാടുള്ളത്. ഇന്ന് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന പ്രൊഡക്ട്സ് എല്ലാം ഹെർബൽ പ്രൊഡക്ട്സ് ആണ്. പക്ഷെ എങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളൊരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ചെയ്താൽ മതി കേട്ടോ. കാരണം അത് നമുക്ക് എന്തെങ്കിലും സ്കിന്നിന് വല്ല ഇറിറ്റേഷൻസും ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് ഫർദർ ആയിട്ട് അത് യൂസ് ചെയ്യരുത്. അപ്പോ പാച്ച് ടെസ്റ്റ് എങ്ങനെ ചെയ്യാന്ന് നിങ്ങൾക്ക് അറിയാലോ. ഒന്നില്ലെങ്കിൽ കൈയിന്റെ ഇവിടെ അല്ലെങ്കിൽ ചെവിയുടെ അടിഭാഗത്തൊക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് പുരട്ടി നോക്കുക. എന്നിട്ട് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. എന്തെങ്കിലും ഇറിറ്റേഷനോ ഇച്ചിങ്ങോ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രൊഡക്ട്സ് ഒഴിവാക്കുക. അതാണ് പാച്ച് ടെസ്റ്റ്. അപ്പൊ അത് ചെയ്തിട്ട് അതിനുശേഷം മാത്രമാണ് ഈ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അസ്നാന്റെ മുഖം എന്ന് പറയുന്നത് നോർമൽ സ്കിൻ ടൈപ്പ് ആണ്. ഓവറായിട്ട് ഓയിലി അല്ല, ഓവറായിട്ട് ഡ്രൈയും അല്ല, മിക്സഡും അല്ല, നോർമൽ സ്കിന്നാണ്. അപ്പൊ നമുക്ക് അസ്നാന്റെ മുഖത്ത് ഏത് സ്കിൻ പ്രോഡക്ട്സ് ഏത് തരത്തിലുള്ളത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷെ ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്നത് കുറച്ച് ഓയിലി കിട്ടുന്ന തരത്തിലുള്ളതായിട്ടാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഇപ്പൊ വേനൽക്കാലാണല്ലോ. അപ്പൊ നമുക്ക് കുറച്ച് ഒരു ഈർപ്പം കിട്ടുന്ന രീതിയിലുള്ള, കുറച്ച് ഫ്രഷ് ആയി നിൽക്കുന്ന, കുറച്ച് കൂളിംഗ് എഫക്ട്സ് ഒക്കെ കിട്ടുന്ന സംഭവങ്ങളാണ് ഇന്ന് മൊത്തത്തിൽ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഹോംലി ഫേഷ്യലിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് റോ മിൽക്കാണ്, അതായത് നമ്മൾ തിളപ്പിക്കാത്ത പാല്, പിന്നെ ഉരുളക്കിഴങ്ങിന്റെ നീര് എടുത്തതാണ്. ആദ്യം കട്ട് ചെയ്ത് ഉരുളക്കിഴങ്ങ് അതിന്റെ സ്കിന്ന് കളഞ്ഞ് പിന്നെ കട്ട് ചെയ്തിട്ട് സ്ക്വീസ് ചെയ്ത് എടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങിന്റെ നീരാണ്. പിന്നെ ഹണി, തേൻ ഒരു 2 സ്പൂണോളം മതിയാവും. പിന്നെ നമ്മള് വയമ്പ് ഉണക്കി പൊടിച്ചിട്ടുള്ള പൊടിയാണ്. ഇത് നമുക്ക് പച്ചമരുന്ന് കടയിലൊക്കെ അവൈലബിൾ ആണ്. പിന്നെ വേണ്ടത് കടലമാവാണ്. കടലമാവ് 2 സ്പൂൺ മതിയാവും. പിന്നെ ഞാൻ വീട്ടിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു പാക്കാണ്. ഇത് ഓറഞ്ച് പീൽ പൗഡറും കടലമാവും കൂടി മിക്സ് ചെയ്തിട്ടുള്ള പൗഡറാണ്. നെക്സ്റ്റ് മഞ്ഞൾപ്പൊടി, കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ്. നെക്സ്റ്റ് ആലോവേര ജെൽ. ഇതൊക്കെയാണ് നമ്മുടെ ഹോം ഫേഷ്യലിന് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ്. എല്ലാം അവൈലബിൾ അല്ലേ, നിങ്ങൾ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഫേഷ്യലിലേക്ക് കടക്കാം. ഫേഷ്യലിന് പ്രധാനമായിട്ട് 3 സ്റ്റെപ്സ് ആണുള്ളത്: ക്ലെൻസിങ്, സ്ക്രബിങ്, അതേപോലെ പാക്കിംഗ്. അപ്പൊ നമ്മള് ഇന്ന് ഇവിടെ സ്റ്റീമിങ് യൂസ് ചെയ്യുന്നില്ല. സ്റ്റീമിങ് ആക്ച്വലി എല്ലാ ഫേഷ്യലും യൂസ് ചെയ്യാറുണ്ട്, ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ നല്ല ചൂടുള്ള അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട്, ക്ലൈമറ്റ് ഇത്ര ഹ്യൂമിഡിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ സ്റ്റീമിങ് ചെയ്യുന്നില്ല. മാത്രമല്ല അസ്നാന്റെ സ്കിൻ എന്ന് പറയുന്നത് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒന്നും ഇല്ലാത്ത സ്കിന്നാണ്. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വൈറ്റ് ഹെഡ്സോ ബ്ലാക്ക് ഹെഡ്സോ ഉള്ളവരാണെങ്കിൽ ആവി കൊണ്ടതിന് ശേഷം നിങ്ങൾക്ക് സ്ക്വീസ് ചെയ്ത് നിങ്ങളുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ആദ്യം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്, ക്ലെൻസിങ്. ക്ലെൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ റോ മിൽക്കാണ് എടുത്തിട്ടുള്ളത്. മിൽക്ക് എന്ന് പറയുന്നത് നല്ലൊരു ക്ലെൻസർ ആണ്. കോട്ടൺ ഈ പാലിൽ ഡിപ്പ് ചെയ്തിട്ട് ക്ലെൻസ് ചെയ്യാൻ പോവാണ്. മുഖത്ത് എല്ലായിടത്തും ഇത് മുഖത്ത് നമ്മുടെ എന്ത് ഡസ്റ്റ് ആണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും, മേക്കപ്പിന് ശരിക്കും മിൽക്ക് പോലെയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പോരാ, ക്ലെൻസർ തന്നെ യൂസ് ചെയ്യണം. പക്ഷെ കുറച്ച് ഇപ്പൊ വീട്ടിലേക്ക് ഇരിക്കുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് ഡസ്റ്റും അതേപോലെ കുറച്ച് അഴുക്കൊക്കെ ഉണ്ടാവുള്ളൂ, ഓയിൽനെസ് ഒക്കെ ഉണ്ടാവുള്ളൂ.
അപ്പൊ അതൊക്കെ നമുക്ക് ക്ലെൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പാല് നല്ലൊരു ഇൻഗ്രീഡിയന്റ് ആണ്. ഇതിന് ശേഷം നമുക്ക് ഇത് ഒരു കോട്ടൺ വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ചെയ്തെടുക്കാം. അപ്പൊ ക്ലെൻസിങ് ഇപ്പൊ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ മുഖത്തുള്ള ഡസ്റ്റ് അഴുക്കൊക്കെ നമ്മൾ നീക്കം ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് സ്ക്രബിങ് ആണ്. അപ്പൊ സ്ക്രബിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് തരികളുള്ള എന്തും നമുക്ക് യൂസ് ചെയ്യാം. ഉപ്പ് വെച്ചിട്ട് വെറും ഉപ്പ് മാത്രം, കറി ഉപ്പ് മാത്രം വെച്ചിട്ട് സ്ക്രബ് ചെയ്യുന്നവരുണ്ട്. തേനും അതേപോലെ പഞ്ചസാരയും വെച്ചിട്ട് സ്ക്രബ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഞാൻ കുറച്ചുകൂടി ഒരു പാക്ക് ടൈപ്പ് ആയിട്ടുള്ള സ്ക്രബാണ് യൂസ് ചെയ്യാറ്. സ്ക്രബ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഓറഞ്ച് പീൽ പൗഡറാണ് ഞാൻ എടുക്കുന്നത്. അതൊരു സ്പൂൺ എടുക്കുന്നുണ്ട്. അതിനുശേഷം മിൽക്ക് ഒരു സ്പൂൺ, ഹണി ഒരു സ്പൂൺ. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യണം. ഇത് ക്ലീൻ ആൻഡ് ഫ്രഷ് ആയിട്ടുള്ള ഫേസിലേക്ക് നമ്മൾ സ്ക്രബിനുള്ള ഇത് ആഡ് ചെയ്യാണ്, സ്ക്രബ് ആഡ് ചെയ്യാണ്. ഇനി നമുക്ക് സ്ക്രബിങ് തുടങ്ങാം. ഇപ്പോ നന്നായിട്ട് പിമ്പിൾസ് ഉള്ള ആൾക്കാരുടെ ഫേസ് ആണെങ്കിൽ, നന്നായിട്ട് ഓയിലി ഫേസ് ആണെങ്കിൽ അധികം സ്ക്രബ് ചെയ്യരുത്. സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുരുക്കൾ നമ്മൾ പൊട്ടിയിട്ട് അത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും. അപ്പൊ അസ്നാന്റെ ഫേസ് എന്ന് പറയുന്നത് അത്യാവശ്യം ഡ്രൈ ആയിട്ടുള്ള നോർമൽ ആയിട്ടുള്ള സ്കിന്നാണ്. അതുകൊണ്ട് എത്ര മസാജ് ചെയ്താലും എത്ര സ്ക്രബ് ചെയ്താലും പ്രശ്നമൊന്നും വരുന്നില്ല. അപ്പൊ നമ്മൾ സ്ക്രബിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇടയ്ക്ക് ഞാൻ കൈ ഒന്ന് പാലിൽ ഡിപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അഞ്ച് മിനിറ്റ് നേരത്തെ സ്ക്രബിങ്ങിന് ശേഷം നമ്മൾ സ്ക്രബിങ്ങിന്റെ പാക്ക് റിമൂവ് ചെയ്തിട്ടുണ്ട്. തണുത്ത വെള്ളം വെച്ചിട്ട് വാഷ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് തുടച്ച് മാറ്റാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മസാജിങ് ആണ്. മസാജിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ക്രീം തയ്യാറാക്കണം. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ക്രീമും യൂസ് ചെയ്യാം മസാജ് ചെയ്യാൻ വേണ്ടി. മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ മസാജ് ചെയ്യാം. അപ്പൊ ഇപ്പൊ ഞാൻ ഹെർബൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ആലോവേരയുടെ ജെല്ല് യൂസ് ചെയ്തിട്ടാണ് മസാജ് ചെയ്യാൻ പോകുന്നത്. ഒരു സ്പൂൺ ആലോവേര ജെൽ, ഉരുളക്കിഴങ്ങിന്റെ നീര് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ മിക്സ് ചെയ്ത ആലോവേര ജെല്ല് നമുക്ക് ഇനി ഫേസിൽ ആഡ് ചെയ്യാം, അപ്ലൈ ചെയ്യാം. Let's start the massage. നമ്മളിപ്പോൾ മസാജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അപ്വേർഡ് മോഷനിലാണ് നമ്മൾ മസാജ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ സ്കിന്ന് അയഞ്ഞു തൂങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ സ്കിന്ന് ചുളിവുകൾ ഇല്ലാതിരിക്കാനും അതുപോലെ അയഞ്ഞു തൂങ്ങാതിരിക്കാനുള്ള ഒരു നല്ല മെത്തേഡാണ് ഈ മുകളിലേക്കുള്ള ഈ മസാജ്. കണ്ണിന് ചുറ്റും ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ കണ്ണിന് ചുറ്റുമുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടും. അത് ഡാർക്ക് സർക്കിൾസ് അതേപോലെ കണ്ണിന് താഴെയുള്ള തടിപ്പ് അങ്ങനെയുള്ളതൊക്കെ മാറാൻ ഹെൽപ്പ് ചെയ്യും. കവിളിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സർക്കുലർ മോഷനിൽ മസാജ് ചെയ്യുന്നത്.
സ്കിന്ന് നല്ല ഫ്രഷ് ആയിട്ടും അതുപോലെ തന്നെ നല്ല ഗ്ലോയി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ മസാജിങ് ഹെൽപ്പ് ചെയ്യും. ഡ്രൈ ടു നോർമൽ സ്കിന്നുള്ള എല്ലാ ആൾക്കാർക്കും എത്ര നേരം മസാജ് ചെയ്താലും അത്രയും സ്കിന്നിന് നല്ലതാണ്. ഓയിലി ആയിട്ടുള്ള സ്കിന്നുള്ളവർ മസാജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, സ്ക്രബ് ചെയ്യുമ്പോഴും മസാജ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം. അത് ഓയിൽ സെക്രീഷൻ കൂട്ടാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ് ഈ മസാജിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഓയിലി സ്കിന്നുള്ളവർക്ക് കൂടുതൽ കുരു വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പൊ നമ്മൾ നന്നായി മസാജ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഒരു മിനിറ്റ് നമ്മൾ ഈ മസാജിങ് ക്രീം സ്കിന്നിൽ ഒന്ന് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കട്ടെ. എന്നിട്ട് അതിനുശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം. അപ്പൊ നമ്മള് സ്കിന്നിലുള്ള നമ്മൾ മസാജിങ് ക്രീം ഇപ്പൊ വാഷ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വൈപ്പ് ചെയ്ത് കൊടുക്കാം, ഡ്രൈ ആക്കാം സ്കിന്നൊന്ന്. എപ്പോഴും ഹൈജീനിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കണം. ഹെൽത്തി ആയിട്ടുള്ള ഇപ്പൊ യൂസ് ചെയ്യുന്ന ടവൽ അതുപോലെ തന്നെ യൂസ് ചെയ്യുന്ന കോട്ടൺ ഇതൊക്കെ ഫ്രഷ് ആൻഡ് ക്ലീൻ ആണെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് ഇത് ചെയ്യാൻ പാടുള്ളൂ. മസാജിങ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റീം ആവശ്യമുള്ളവർക്ക് സ്റ്റീം എടുക്കാം. അതിനുശേഷം നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും റിമൂവ് ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേസ് പാക്ക് ഇടലാണ്. അപ്പോൾ ഫേസ് പാക്ക് ഇടുമ്പോൾ നമ്മൾ കുറച്ച് നേരം അത് സ്കിന്നിൽ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഒരു 20 to 25 മിനിറ്റ്സ്, ഒരു 30 മിനിറ്റ്സ് വരെ അത് സ്കിന്നിൽ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പാക്ക് തയ്യാറാക്കാം. വയമ്പ് പൊടിച്ചതാണ് കേട്ടോ, 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കസ്തൂരി മഞ്ഞളിന്റെ പൊടി 1 നുള്ള് ചേർക്കാം. ഇതൊക്കെ സ്കിൻ വൈറ്റനിങ്ങിനും അതുപോലെ തന്നെ സ്കിൻ പിഗ്മെന്റേഷൻ പോകാനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. ഇനി കുറച്ച് കടലമാവ് ആഡ് ചെയ്യാം. ഇതിലേക്ക് നമ്മള് ഉരുളക്കിഴങ്ങിന്റെ ജ്യൂസാണ് ആഡ് ചെയ്യുന്നത്. ഉരുളക്കിഴങ്ങിന്റെ ജ്യൂസിന് അടിയിൽ കുറെ നേരമായിട്ട് ഉരുളക്കിഴങ്ങിന്റെ തരിയും കിടക്കുന്നുണ്ടാവും. അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഇതാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം. നല്ല പേസ്റ്റ് രൂപത്തിൽ കുറച്ച് ഫ്ലോയി ലൈക്ക് ആയിട്ട് വേണം നമ്മൾ പാക്ക് എപ്പോഴും തയ്യാറാക്കാൻ. റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. നമുക്ക് ബ്രഷ് യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ കൈ വെച്ച് അപ്ലൈ ചെയ്യാം. അപ്പൊ ഞാനിപ്പോ കൈ വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അത്യാവശ്യം ഒരു തിക്ക് ലെയറിൽ ഇത് ആഡ് ചെയ്യാം കേട്ടോ. വയമ്പ് സ്കിൻ ലൈറ്റനിങ് വൈറ്റനിങ് എന്നുള്ള പ്രോസസ്സൊക്കെ നല്ലപോലെ നടത്തുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. അതേപോലെ ഉരുളക്കിഴങ്ങിന്റെ നീര്, ഉരുളക്കിഴങ്ങ് അരച്ചത്, ഇതൊക്കെ സ്കിൻ വൈറ്റനിങ്ങിനും സ്കിൻ പിഗ്മെന്റേഷൻ പോവാനും ഈവൻ ടോൺ ആവാനും ഒക്കെ നല്ലതാണ്. സ്കിൻ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. ഒരു ബ്ലീച്ച് പോലെ വർക്ക് ചെയ്യുന്നു. അതേപോലെ കടലമാവ് സ്കിന്നിലെ ഡേർട്ട് എല്ലാം കളയും. നല്ലൊരു ഇൻഗ്രീഡിയന്റ് ആണ്. കസ്തൂരി മഞ്ഞളും സ്കിൻ വൈറ്റനിങ്ങിനും ലൈറ്റനിങ്ങിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നല്ല റിച്ച് ആയിട്ടുള്ള ഒരു പാക്കാണ് ഇത്. അപ്പൊ നമുക്ക് നല്ല തിക്ക് ലെയർ ആയിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ എപ്പോഴും പാക്ക് ആഡ് ചെയ്യുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും ഫേസിൽ മാത്രമല്ല നെക്കിലും കൂടിയത് ആഡ് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നെക്കും ഫേസും വേറെ വേറെ ഷെയ്ഡായിട്ട് കിടക്കും. നല്ല ഭീകര ലുക്ക് ആയിട്ടുണ്ട്. പക്ഷെ നല്ല പാക്കാണ് കേട്ടോ, നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള പാക്കാണ്. നിങ്ങൾ വീട്ടിൽ യൂസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള പാക്കാണ്. ഫസ്റ്റ് യൂസിൽ തന്നെ റിസൾട്ട് കാണാൻ പറ്റും. അപ്പൊ ഇത് നമുക്ക് ഒരു അരമണിക്കൂറോളം വെക്കണം. ഇതൊന്ന് ഡ്രൈ ആയിട്ട് സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്ത് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അരമണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം. അപ്പൊ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫേസ് മാസ്ക് നല്ലപോലെ ഡ്രൈ ആയിട്ട് നമ്മള് സ്കിന്നിൽ നന്നായിട്ട് അബ്സോർബ് ആയിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട്
എന്താണ് ഡിഫറൻസ് എന്നുള്ളത് കണ്ടറിയാം. ഇത് വാഷ് ചെയ്ത് കളഞ്ഞപ്പോ തന്നെ വിസിബിൾ ആയിട്ട് നമുക്ക് ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ട്. മുഖം നല്ല ബ്രൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നന്നായി ഡ്രൈ ആക്കാം. ഓക്കെ, നമ്മുടെ ഫേഷ്യൽ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അസ്നയുടെ മുഖത്തുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നല്ല നല്ല ബ്രൈറ്റ് ആയിട്ട് നല്ല ഫ്രഷ് ആൻഡ് ക്ലീൻ ആൻഡ് കൂളായിട്ട് ഇരിക്കുന്നുണ്ട്. സ്കിന്ന് നല്ല സ്മൂത്ത് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, ഒരു ഫേഷ്യലിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് സ്കിന്നിലെ pH ബാലൻസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ടോണർ യൂസ് ചെയ്യണം. ടോണർ ഇപ്പൊ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ടോണർ ആയിട്ട് തന്നെ വാങ്ങിക്കാൻ കിട്ടും. കുക്കുംബറിന്റെ, അലോവേരന്റെ, റോസ് വാട്ടറിന്റെ ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ ഇപ്പൊ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് റോസ് വാട്ടർ ആണ്. കോട്ടണിൽ ഡിപ്പ് ചെയ്ത റോസ് വാട്ടർ വെച്ചിട്ട് നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ഫേഷ്യൽ ഇവിടെ തീർന്നിരിക്കുകയാണ്. ഇതാണ് അസ്നക്കുട്ടിന്റെ മുഖം നല്ല നല്ല ക്ലീൻ ആൻഡ് ഫ്രഷ് ആയിട്ടുണ്ട്. അപ്പൊ ഈ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഈ ഫേഷ്യൽ എല്ലാവരും ഈ ക്വാറന്റൈൻ സമയത്ത്, ഇത്രയും സമയം കിട്ടുന്ന സമയത്ത് എന്തായാലും ചെയ്ത് നോക്കണം. നെക്സ്റ്റ് എപ്പിസോഡില് വെറൈറ്റി ആയിട്ടുള്ള വേറെ എന്തെങ്കിലും സംഭവങ്ങളായിട്ട് ഞാൻ നിങ്ങളെ തേടി ഇനിയും വരുന്നതാണ്. അതുവരേക്കും ഇറ്റ്സ് ഹർഷ മുഹമ്മദ് വിത്ത് അസ്ന സൈനിങ് ഓഫ്. ബൈ.